രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുക. ഡിവൈഎഫ്ഐ രാഹുലിന് സ്വീകരണം ഒരുക്കുന്നുണ്ട്, തടയാൻ കഴിയുമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തടയി എന്നല്ലേ സരീനെ ഭീഷണിപ്പെടുത്തിയതും വെല്ലുവിളിച്ചതും. രാഹുൽ പാലക്കാട് വന്നിട്ട് ദിവസങ്ങളായി. രാഹുൽ പാലക്കാട് എത്തിയിട്ട് രാഹുൽ വളരെ സജീവമായ ഇടപെടലുകൾ പാലക്കാട് നിയോജക മണ്ഡലത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലൊന്നും ഒരു ഡിവൈഎഫ്ഐക്കാരനെയും, ഒരു സരിനെയും, ഒരു എ റഹീമിനെയും, ഒരു വി കെ സനോജിനെയും, ഒരു ജസ്റ്റിസ് തോമസിനെയും ഒന്നും എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. സരിന് എങ്ങടാ പോയേക്കണേ എന്നുള്ളത് സരിന് മാത്രമേ അറിയുള്ളൂ. സരിന് ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അറിവില്ല. സരിൻ മുങ്ങി, എല്ലാ അർത്ഥത്തിലും മുങ്ങി. രാഹുൽ ഇപ്പോൾ പാലക്കാട് വന്നു എന്ന് മാത്രമല്ല, പാലക്കാടിന് വേണ്ടി അയാൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലും അതുപോലെ ഒക്കെ കണ്ടു, രാഹുൽ പാലക്കാട്ട് പുതുതായി ചില പ്രവർത്തന അനുമതികൾ നൽകിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അത് പാലക്കാട്ടെ പ്രധാനമായിട്ടും പാലക്കാട്ടെ ടൗൺ ഹാളിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ആദ്യം തുടക്കം കുറിച്ചത്. അത് കഴിഞ്ഞിട്ട് പാലക്കാട് തന്നെ ഒരു മിനി സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ പാലക്കാട് ഒരു പുതിയ 5,10,00,000 രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ഭരണാനുമതി പാലക്കാട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേടിയെടുത്തിരിക്കുന്നു. അതിൻ്റെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ഇത് റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മേലാമുറി പൂടൂര് കോട്ടായി റോഡ്, ആ കോട്ടായി റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5,10,00,000 രൂപയുടെ ഭരണാനുമതി നേടിയിരിക്കുന്നു. വലിയ വാർത്തയാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയുകയല്ല. പാലക്കാട്ട് രാഹുലിനെ കാലുകുത്താൻ സമ്മതിക്കില്ല. അതിന് വെല്ലുവിളിച്ചുകൊണ്ട് ആരൊക്കെ മുന്നിലുണ്ടായിരുന്നു? സരീൻ ഉണ്ടായിരുന്നു, സനോജ് ഉണ്ടായിരുന്നു, എ റഹീം ഉണ്ടായിരുന്നു, അങ്ങനെ സഖാക്കളായ സഖാക്കൾ മൊത്തം ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് മിനി കൃഷ്ണകുമാറും അതുപോലെ പാലക്കാട്ടെ BJPയുടെ മറ്റുള്ള നേതാക്കളും ഒക്കെ ഇത്തരത്തിൽ ഭീഷണികളുമായിട്ട് പാലക്കാട്ട് രാഹുൽ വന്നാൽ ഞങ്ങൾ ഒലത്തും, ഞങ്ങൾ മറിക്കും, ആരെയും എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. ആരും എവിടെയും ഉണ്ടാവില്ല. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. മറുഭാഗത്ത് നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങളൊന്നും, ഈ ആരോപണ കോലാഹലങ്ങളൊന്നും അയാളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയാൾ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് പാലക്കാട്ട് ഒരു 20 ഭവന നിർമ്മാണ പദ്ധതികൾക്ക് അയാൾ തുടക്കം കുറിച്ചത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പാലക്കാട് ചില വികസന പ്രവർത്തനങ്ങൾ, അതിൽപ്പെട്ടതാണ് ഈ ടൗൺ ഹാളിൻ്റെ പൂർത്തീകരണം, അതുപോലെ ഈ മിനി സ്റ്റേഡിയം നിർമ്മാണം, ഇപ്പോഴിതാ അങ്ങനെ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട്, അതായത് പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വളരെ ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കാണിക്കമാത ജംഗ്ഷൻ മുതൽ പൂടൂര് പാലം വരെയുള്ള റോഡിലാണ് നടപ്പാത നിർമ്മിക്കുകയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചു. പാലക്കാട് മേലാമുറി പൂടൂര് കോട്ടായി റോഡിൽ ആധുനിക സൗകര്യത്തോടെയുള്ള നടപ്പാത നിർമ്മാണത്തിന് 5,10,00,000 രൂപ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചതായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചു. കാണിക്കമാത ജംഗ്ഷൻ മുതൽ പൂടൂര് പാലം വരെയുള്ള റോഡിലാണ് നടപ്പാത നിർമ്മിക്കുക. റോഡിൽ നിന്ന് മാറി വീതിയുള്ള ഭാഗങ്ങളിൽ സുരക്ഷിത ഇന്റർലോക്ക് പതിച്ച നടപ്പാതയും സ്റ്റീൽ കൈവരിയുമാണ് നിർമ്മിക്കുക. സുരക്ഷിതമായി പ്രഭാത സവാരി നടത്തുവാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും ഇതോടൊപ്പം പ്രധാന ജംഗ്ഷനുകളും നവീകരിക്കും. മരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ പദ്ധതിയുടെ സാങ്കേതിക അനുമതിക്കുള്ള നടപടികൾ ആരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകിയതായും MLA അറിയിച്ചു. ഇതിപ്പോൾ ഒരു വാർത്ത മാത്രമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ചവരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. അയാൾ പാലക്കാട് വന്നു, അയാൾ പാലക്കാട്ടെ ജനങ്ങളെ കണ്ടു, അയാൾ പാലക്കാട്ടെ ജനങ്ങളും ഇപ്പൊ ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്
രാഹുൽ പാലക്കാട് വന്നതും ജനങ്ങളെ കണ്ടതും ഒക്കെ, അയാൾ പാലക്കാട് ഉണ്ടാവുന്നതും ഒക്കെ ഇവരെ ഇത്രയധികം അസ്വസ്ഥരാക്കുന്നത് എന്തിനാണ്? അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന ഭീഷണികളും ഈ പറയുന്ന വെല്ലുവിളികളും ഒക്കെ നടത്തിയ സരിനെ പോലെയുള്ളവർ എന്താണ് ഇതിൽ നിന്ന് ഇവർ ആഗ്രഹിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ഈ വിവാദങ്ങളും ഈ കോലാഹലങ്ങളും പൊട്ടിപ്പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവർ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഇവരൊക്കെ ആഗ്രഹിച്ചത്. രാജിവെക്കണം എന്ന് പറയുമ്പോൾ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകണമെന്നല്ല ആഗ്രഹിച്ചത്. അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ ആഗ്രഹിച്ചത് പാലക്കാട്ടെ MLA എന്നുള്ള MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ആ പദവി അയാൾ ഒഴിയണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആഗ്രഹം. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അയാൾ എല്ലാ അർത്ഥത്തിലും അതിശക്തനായി ഊർജ്ജസ്വലനായിക്കൊണ്ട് പാലക്കാട്ട് തിരിച്ചെത്തുന്നതുമാണ് നമ്മൾ കണ്ടത്. അയാൾ നിയമസഭയിൽ ഹാജരാകുന്നു, അയാൾ പാലക്കാട് തിരിച്ചെത്തുന്നു, പാലക്കാട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾ എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നു. ഇത് കണ്ടപ്പോഴാണ് ഈ പറയുന്ന EN സുരേഷ് ബാബുവിനെ പോലെയുള്ള ആളുകൾക്ക് വലിയ പിരിവെട്ടിയത്. ആ പിരിവെട്ടിയതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. അവർ രാഹുലിനെ മാന്തിയിട്ട് എവിടെയും എത്താതെയായപ്പോൾ ആ ചൊറിച്ചില് ഷാഫി പറമ്പിലിന്റെ പുറകിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിന് മേൽ അത്തരത്തിൽ ചൊറിച്ചിലുകൾ നടത്തുന്ന ഒരു സഖാക്കളെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ രാഹുൽ ഇതാ പാലക്കാട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ MLA എന്നുള്ള രീതിയിൽ, അതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം ഈ പറഞ്ഞു വരുമ്പോൾ പറയാതെ പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ്, രാഹുൽ ഈ പാലക്കാട് ഈ വിവാദങ്ങൾക്കിടെ പാലക്കാട് നിന്ന് മാറി നിന്നപ്പോഴും അയാളുടെ MLA ഓഫീസ് വളരെ സജീവമായി പാലക്കാട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ പാലക്കാട്ടെ MLA ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശക്തമായ രീതിയിൽ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അവിടെ സാധാരണക്കാരായ ആളുകൾ, പാലക്കാട്ടെ ജനങ്ങൾ, അവരുടെ ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾ, നിവേദനം നൽകാൻ വരുന്ന ആളുകൾ, അവരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുവാനും അതിന് പ്രശ്നപരിഹാരം കണ്ടെത്തുവാനും അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് ഒരു MLA സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്, എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വിവാദങ്ങൾക്കിടയിലും അയാൾ മാറി നിന്നപ്പോഴും MLA ഓഫീസ്, അയാളുടെ അഭാവം, അയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്തതിൻ്റെ കുറവ് അതൊരിക്കലും MLA ഓഫീസ് കാണിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു കുറവ് നികത്താൻ MLA ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴിതാ വളരെ ശക്തമായ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കളം നിറയുകയാണ് പാലക്കാട് ഈ നിയോജക മണ്ഡലത്തിൽ. ഇനിയിപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, ഇനി വരുന്ന 2026, അതായത് ഒരു 5-8 മാസം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥിയാവുമോ, അതോ പാലക്കാട്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പരീക്ഷിക്കുമോ എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം രാഹുൽ ഓൾറെഡി ഈ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ നേരിടുന്ന വ്യക്തി ആയതുകൊണ്ട് രാഹുലിന് ഈ പാലക്കാട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്തായാലും മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട്ട് രാഹുൽ മത്സരിക്കണമെങ്കിൽ ഈ പറയുന്ന സസ്പെൻഷൻ നടപടി പിൻവലിക്കേണ്ടതുണ്ട്. അങ്ങനെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചാലും രാഹുലിനെ ഇത്തരത്തിലൊരു വിവാദം നിലനിൽക്കുന്നത് കൊണ്ട് രാഹുലിനെ ഈ പറയുന്ന പാലക്കാട്ട് വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാഹുൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവണം, വീണ്ടും രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് 2026 ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് പാലക്കാട്ടെ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഈ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള തീരുമാനം അത് കോൺഗ്രസിൻ്റെതാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാലക്കാട്ട് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾക്ക് വൈകാതെ ലഭിക്കേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് രാഹുൽ ആയിരിക്കില്ല പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ആവരുത് എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. ആ പ്രാർത്ഥന എവിടെ വരെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം.